ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ബട്ടർ ചിക്കൻ ആയാലോ. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എന്താണ് അതേ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ബട്ടർ ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇതൊരു 1 hour എങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ഇതാ ഒരു പാൻ ചൂടായി അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിൽ ഒരു ബേ ലീഫ്, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ച് വലിയ എന്താ പറയുക സൈസ് കട്ട് ചെയ്താലും സാരമില്ല, ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് അരക്കാനുള്ളതാണ്. ഇനി ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക് ഇതും കൂടി ഇട്ടിട്ട് വീണ്ടും വഴറ്റുക. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി, എന്നിട്ട് തക്കാളിയിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം, തക്കാളി ഒന്ന് കുക്കാവുന്നവരെ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ തക്കാളിയിൽ ഇതാ നല്ലോണം വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. എണ്ണ തെളിയുന്ന വരെ വഴറ്റുക. എന്നിട്ട് എല്ലാം ഇതാ നല്ലോണം ഒന്നെല്ലാം വഴന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയി കഴിഞ്ഞാൽ നല്ലോണം ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി സെയിം പാനിലോട്ട് തന്നെ ഞാനിതാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കണം. ചിക്കനുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ അതും ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. നിങ്ങൾക്കിത് വേണമെങ്കിൽ നേരത്തെ ആ ബേ ലീഫും ഏലക്കായ് ഇതെല്ലാം ഇട്ടിട്ടില്ലേ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താലും മതി. ഇനി ഒരു പിഞ്ച് കസൂരി മേത്തിയും കൂടി ഇട്ടിട്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഉള്ളി തക്കാളി മിക്സ് ഉണ്ടല്ലോ അതൊഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി മിക്സിയിലൊന്ന് മിക്സാക്കിയിട്ട് അതും ഒഴിച്ചിട്ട് ഒരു മീഡിയം തീയിൽ വെക്കുക, ഒന്ന് തിളക്കുന്നവരെ. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലോണം ഒന്ന് ഇളക്കുക. ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കുക. എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ, ഒന്ന് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കസൂരി മേത്തി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇപ്പം നല്ലോണം തിളച്ചെല്ലാം കുറുകി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിൻ്റെ കൂടെയും ഓക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിതിന് ബട്ടർ നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഒരു പച്ചമുളകും കൂടി പിന്നെ ഇട്ട് കൊടുക്കുക, 1 കഷ്ണം ബട്ടറും. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. ഇനി ഇതാ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ബട്ടർ ചിക്കനെല്ലാം എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.